ദിവ്യകാരുണ്യ സ്നേഹം നുകരുന്ന വൈദികരുടെ ജീവിതാനുഭവങ്ങൾ. ഇത് CMI സഭാംഗമായ ഫാദർ സജി തെക്കേ കൈതക്കാട്ട് തന്റെ രോഗാർദ്രമായ ജീവിതയാത്രയിലും ശുശ്രൂഷാ മേഖലകളിലും ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിച്ച അനുഭവങ്ങൾ സജിയച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സജി തെക്കേക്കേതക്കാട് CMI അച്ഛനാണ്. എൻ്റെ വീട് ചേർത്തല പട്ടണക്കാട്ടുള്ള പൊന്നാമളിയിലാണ്. ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ 15 വർഷത്തോളമായി. 2009 ജനുവരി 3-ാം തീയതിയായിരുന്നു എൻ്റെ ഓർഡിനേഷൻ. ഞാനിപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ഞങ്ങളുടെ തന്നെ കൊച്ചി ത്രിഹൃദയ പ്രവിശ്യയുടെ ആശ്രമമായ സെൻറ്റ് ആൻ്റണീസ് മൊണസ്ട്രി ആലുവയിലാണ്. ഇവിടെ ജീവസ് കേന്ദ്രം, ജീവസ് കൗൺസിലിംഗ് സെൻറ്റർ എന്നിവയുടെ ഡയറക്ടറായിട്ടും ഈ ആശ്രമ ദേവാലയത്തിൻ്റെ വികാരിയുമായിട്ടാണ് ഇപ്പോൾ ഞാൻ സേവനമനുഷ്ഠിക്കുക. ഇന്ന് ദിനത്തിൽ നിങ്ങളോടൊന്ന് ചേർന്ന് തമ്പുരാൻ ഇന്നോളം നൽകിയ ദിവ്യകാരുണ്യ അനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും വിചിന്തനം ചെയ്യുവാനും എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ചെറുപ്പകാലഘട്ടത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ എപ്പോഴും പ്രാർത്ഥനാപരമായിട്ടുള്ള നിർഭരമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഒരു വൈദികനാകണം എന്നൊരാഗ്രഹം എന്നിലുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, എനിക്ക് കുർബാനയ്ക്ക് കൂടാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 8-ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ കുർബാനയ്ക്ക് കൂടാനായിട്ട് ആദ്യമായിട്ട് ചേർന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 5 പേരോളം ഉണ്ടായിരുന്നു. അതിൽ 3 പേര് ഇന്ന് വൈദികരാണ്. ആ കുർബാനയ്ക്ക് കൂടുന്ന കാലഘട്ടങ്ങളിൽ സാധിക്കുന്നിടത്തോളം മുടങ്ങാതെ പോകുമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, SLC പരീക്ഷ കാലഘട്ടങ്ങളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അസിസ്റ്റ് ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, അന്നത്തെ വികാരിച്ചനൊക്കെ അതുമായി ബന്ധപ്പെട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു വൈദികനാകണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഓർക്കുകയാണ്, ഒരു ലീഡർഷിപ്പ് ക്യാമ്പിൽ അത് CMI വൈദികരാണ് നേതൃത്വം കൊടുത്തത്. അന്നത്തെ ആ ക്യാമ്പിലുടനീളം ഞാൻ ശ്രദ്ധിച്ച ഒരു ബ്രദറുണ്ടായിരുന്നു. കാരണം എപ്പോൾ നോക്കിയാലും ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചെമ്മാച്ചൻ. ആ ഒരു കാഴ്ച എൻ്റെ ഹൃദയത്തിലൊരു സന്തോഷം നൽകി. പിന്നീട് ഞാൻ തീരുമാനിക്കുകയാണ്, ഈ ചെമ്മാച്ചൻ അംഗമായിരിക്കുന്ന CMI സഭയിൽ വേണം എനിക്ക് വൈദികനാകാൻ. കാരണം എന്നെ അത്ഭുതപ്പെടുത്തിയ, എന്നെ ഒത്തിരിയേറെ പ്രചോദിപ്പിച്ച ആ സംഭവം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യനാഥനുള്ള ഭക്തിയാണ്. ചാവറ പിതാവും അതുപോലെ തന്നെ നമ്മുടെ സഭയിലുള്ള ഒത്തിരിയേറെ വിശുദ്ധാത്മാക്കളും ദിവ്യകാരുണ്യനാഥനുള്ള ഭക്തിയുള്ളവരായിരുന്നു. പലപ്പോഴും ചാവറച്ചനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ദേവാലയത്തിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ, അതല്ലെങ്കിൽ അദ്ദേഹം സിമിത്തേരിയിലായിരിക്കും. ദിവ്യകാരുണ്യനാഥനുള്ള ഭക്തിയുള്ള ആ ചാവറ പിതാവിൻ്റെ സഭയിൽ അംഗമാകുവാൻ എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, പൗരോഹിത്യം നടന്നത് 2009 ജനുവരി 3-ാം തീയതിയാണ്. ഈ പൗരോഹിത്യത്തോട് സംബന്ധിച്ച് ഞാൻ അതിന് മുന്നോടിയായിട്ട് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അത് കൊളത്തുവയിൽ വെച്ചാണ്, MSMA സിസ്റ്റേഴ്സ് നേതൃത്വത്തിൽ വെച്ചാണ്. ആ ധ്യാനം കൂടുന്ന അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, കൗൺസിലിംഗ് സമയത്ത് ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, അച്ഛാ, അന്ന് അച്ഛൻ്റെ പട്ടം സ്വീകരിക്കുന്ന അവസരത്തിൽ ആ തിരുപ്പെട്ട ദിനത്തിൽ അച്ഛൻ ഒരു അടയാളം കർത്താവ് നൽകുമെന്ന്. അന്ന് ആ തിരുപ്പെട്ട ദിനത്തിൽ എൻ്റെ മനസ്സിലുടനീളം പോകുന്നുണ്ടായിരുന്നു, ദൈവമേ എന്തായിരിക്കും ഈ അടയാളമെന്ന്. അന്ന് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം പിന്നീട് നമുക്കറിയാം ആഘോഷപൂർവ്വമായിട്ട് ജനങ്ങൾ അന്ന് പട്ടം സ്വീകരിച്ച നവവൈദ്യൻ്റെ കരം ചുംബിക്കാൻ വരുന്ന ഒരു രംഗമുണ്ട്. അന്ന് ഏറ്റവും അവസാനം എൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം തന്ന വലിയൊരു അടയാളമാണത്. കാരണം ഞാൻ ഓർക്കുകയാണ്, ആ തിരുപ്പട്ടത്തിന് മുന്നോടിയായിട്ട് എൻ്റെ ബന്ധുവീടുകളിലൊക്കെ ഞാൻ പോയി കണ്ടേ ക്ഷണിക്കാനായിട്ട്. അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ നാളുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം പ്രഘോഷിച്ച ഒരു മകൻ, അന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട് ഭവനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായെങ്കിലും അദ്ദേഹം പറയുകയായിരുന്നു, മകനെ, എനിക്ക് ഈ മുറിക്കകത്തുകൂടി നടക്കാൻ പറ്റുന്നില്ല, ഒന്ന് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട്, മകൻ്റെ തിരുപ്പട്ടത്തിന് വന്നമെന്നും ഇതെല്ലാം കാണണമെന്നൊക്കെ. ഞാൻ ഒരു വിധത്തിൽ ആ ബന്ധുവിനെ ആശ്വസിപ്പിച്ച് ഞാൻ തിരിച്ചുപോയി. പക്ഷെ പിന്നീട് ആ തിരുപ്പട്ട സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, ഈ മനുഷ്യൻ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. എൻ്റെ കരങ്ങൾ ചുംബിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം എന്തുകൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ എന്നെ നോക്കുന്നതെന്ന്. എല്ലാം കഴിഞ്ഞു വാ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ ഈ തിരുപ്പട്ട ആ തിരുപ്പട്ടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ മകൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഏകദേശം 2 ആഴ്ച മുമ്പ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, തമ്പുരാനെ, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം. പലവിധ ഹോസ്പിറ്റലിൽ പോയി, പലയിടങ്ങളിലും പോയി, പക്ഷേ ആർക്കും അദ്ദേഹത്തെ സുഖപ്പെടുത്താൻ പറ്റുന്ന യാതൊരു രീതിയിലുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു ഇത് അസാധ്യമാണ്. അങ്ങനെ വിഷമിച്ച് നിരാശപ്പെട്ട് ആ മുറിക്കുള്ളിൽ ഒതുങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം വചനം പ്രസംഗിച്ച അതേ ധ്യാനകേന്ദ്രത്തിൽ
അദ്ദേഹത്തിന് തോന്നി ഒന്ന് പോയേക്കാം, ഒന്ന് ധ്യാനിച്ചേക്കാം. അങ്ങനെ അദ്ദേഹം ആലപ്പുഴയിലുള്ള IMS ധ്യാനകേന്ദ്രത്തിൽ പോവുകയാണ്. അവിടെ വെച്ച് ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് അദ്ദേഹത്തിന് അനുഭവം ഉണ്ടാകുകയാണ്. ദിവ്യകാരുണ്യനാഥൻ ആ അൾത്താരിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ മകൻ്റെ കരം ചേർത്ത് പിടിച്ച് അൾത്താരയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തിക്കൊണ്ടിരുന്ന വൈദ്യം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഈ മനുഷ്യൻ. പിന്നീട് നടന്നതെല്ലാം അത്ഭുതമായിരുന്നു. കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ആ കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയാണ്. പ്രിയമുള്ളവരെ, അന്ന് തിരുപ്പട്ട ദിനത്തിൽ മകനെ നിനക്കൊരു അടയാളം തമ്പുരാൻ നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയേറെ വലിയ മഹത്തായ ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്ന് ദിവ്യകാരുണ്യ നാഥനുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഈ സമയം കർത്താവ് എനിക്ക് നൽകുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞതുണ്ട്. ഇത് പറയാൻ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം ഔന്നത്യമായ ദാനത്തിന്, ഈ പൗരോഹിത്യ ദാനത്തിന് ഞാൻ നന്ദി പറയാൻ കാരണം ദിവ്യകാരുണ്യനാഥൻ ഓരോ വൈദികൻ്റെ കരങ്ങളിലൂടെ ഓരോ മക്കളുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവരിലേക്ക് ദൈവിക ശക്തി നിറയപ്പെടുന്നുണ്ട്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ സന്യാസ വൈദിക പരിശീലന കാലഘട്ടത്തിൽ ഞങ്ങളെ ധ്യാനിപ്പിച്ച ഒരു വൈദ്യനുണ്ട്. അത് ഫാദർ ആൻ്റണി ഫെറർ. നിരവധി സന്യസ്തരെയും വൈദ്യരെയും ധ്യാനിപ്പിച്ചിട്ടുള്ള ആ വൈദ്യൻ എപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മക്കളെ, നിങ്ങൾ സാധിക്കുന്നിടത്തോളം ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കണം. അതിന് അദ്ദേഹം ഉദാഹരണം വെച്ചത് ഫുൾട്ടൻ ജെഷീൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞനെയാണ്. അദ്ദേഹം മണിക്കൂറുകളോളം സാധിക്കുമ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കും. ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുമായിരുന്നു, മക്കളെ, നിങ്ങൾ ഈശോയോട് സംസാരിക്കുക, ഈശോയോട് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയും, പരാതികൾ പറയാം, നിങ്ങൾക്ക് അവിടത്തോട് നിങ്ങൾക്ക് കലഹിക്കാം. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ വാർധായിലുള്ള ദർശന ഫിലോസഫി സെൻറ്ററിലാണ് തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കിയത്. നവസന്യാസം എല്ലാം കഴിഞ്ഞ് ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ ചെന്നത്. പഠനം ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ അവിടുത്തെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാനുള്ള അവസരമുണ്ട്. പലപ്പോഴും കളമശ്ശേരി രാജഗിരിയിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ച് പരിചയമുള്ളതുകൊണ്ട് ഫുട്ബോൾ കളിക്കാൻ എനിക്കും ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നൊരു ദിവസം ഗോളടിക്കാൻ ഓടുകയാണ്. അപ്പോൾ മനസ്സിലായി, ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറൊരാൾ കൂടിയുണ്ട്. ഓടുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഗോൾ അടിക്കുവാനുള്ള ശ്രമത്തിലാണ്. ഞാൻ അടിച്ചത് ബോളിനെ നോക്കിയാണെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ കൂടെ നടക്കുന്ന ആളുടെ കാലിലേക്കാണ് അടിച്ചത്. പെട്ടെന്ന് തെറിച്ചുപോയി എൻ്റെ കൈകുത്തി വീണതാണ് ഓർമ്മയുള്ളത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ മെഡിക്കൽ കോളേജ്, അവിടെ അടുത്തുള്ള സാവങ്കി മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചുറ്റുപാട് അച്ഛന്മാരൊക്കെയുണ്ട്. അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഫുട്ബോൾ കളിച്ച് എൻ്റെ കൈ ഒടിഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ ബോധമെല്ലാം നഷ്ടപ്പെട്ടായിരുന്നു. ബോധം വന്നപ്പോൾ കാണുന്ന കാഴ്ച അച്ഛന്മാരുണ്ട്, ചെമ്മാച്ചന്മാരെല്ലാവരും ഉണ്ട്. പിന്നീട് മനസ്സിലാക്കിയാണ് ഇത് മെഡിക്കൽ കോളേജാണ്. അന്ന് സംഭവം നടക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇവിടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അകത്ത് കൈക്കുള്ളിലിടാനുള്ള കമ്പിയില്ല, അത് കൊണ്ടുവരണമെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. തൽക്കാലത്തേക്ക് നമുക്കൊരു 3 ദിവസം കഴിയട്ടെ, തിങ്കളാഴ്ചത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛന്മാർക്ക് മനസ്സിലായി, ഇതൊരു മെഡിക്കൽ കോളേജാണ്, കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ്. ഈ കൈ ഒടിഞ്ഞപ്പോൾ 2 എല്ല് ഒടിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 2 എല്ലുണ്ട്. 2 എല്ലും വളരെ ശക്തമായ രീതിയിൽ ആ വീഴ്ചയിൽ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത് പഠിക്കാനുള്ള അവസരമാണ്. പിന്നീട് അച്ഛന്മാർ നിർബന്ധിച്ച് എന്നെ അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ കൈക്ക് ഭയങ്കര വേദന. അപ്പോൾ അതിൻ്റെ അട്ടനോട് ചോദിച്ചു, കാരണം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട്, കാരണം എൻ്റെ വേദന കണ്ടപ്പോൾ ആ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു, ഇതെന്താണ്, ഈ ബ്രദറിന് ശക്തമായ വേദനയാണല്ലോ, ഇവിടെ വരുന്നവരെ വേദന ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത്, ആ മക്കളെ, അത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ 2 സ്റ്റീൽ റോഡ് ഇട്ടിട്ടുണ്ട്. ഈ കയ്യിലാണ് ഇട്ടത്. അതിൽ ഒരെണ്ണം ഇങ്ങനെ നേരെ ഇട്ടു, മറ്റൊന്ന് ഇച്ചിരി താഴേക്ക് ഇറക്കി വെച്ചു.
അങ്ങനെ താഴേക്ക് ഇറക്കി വെക്കുന്നതുകൊണ്ടാണ് ആ കൈ മുട്ടുമ്പോൾ വേദനയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത്ഭുതമായി, എന്താണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത്? അല്ല, കാരണം പിന്നീടുള്ള അനുഭവങ്ങളിലൂടെയാണ് അതിൻ്റെ ആൻസർ കിട്ടിയത്. കാരണം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ കൈക്കുള്ളിലിട്ട കമ്പി പുറത്തു വന്നു. പിന്നീട് ഇൻഫെക്ഷനായി. എന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഡോക്ടർ പറയാണ്, സാരമില്ല, ഞങ്ങൾ ഇന്ന് എന്തായാലും തിരക്കാണ്, നാളെ വാ, നാളെ നമുക്ക് ഈ താന്നിരിക്കുന്ന കമ്പി അടിച്ചുള്ളിലേക്ക് കയറ്റി വെക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കൂടെ വന്ന അച്ഛനും ബ്രദേഴ്സിനും എല്ലാം എനിക്കുൾപ്പെടെ അത്ഭുതമായി, ഇതെന്ത് സംഭവമാണ്. പിന്നീട് എന്നെ അവിടെ നിന്നും അവർ പാക്ക് ചെയ്ത് കേരളത്തിലുള്ള മെഡിക്കൽ ടെസ്റ്റിലേക്ക് വിടുകയാണ്. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റ് വന്ന് ആ ഡോക്ടർമാരെ കണ്ടപ്പോൾ അവർ പറയുകയാണ്, ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയുള്ള കമ്പികളൊന്നും ഇടിയല്ല, ചെറിയൊരു പ്രത്യേക രീതിയിലുള്ള സ്റ്റീൽ റോഡ് വെക്കുകയുള്ളൂ. എന്തായാലും അന്നത്തെ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും ഒരു കമ്പി പുറത്തേക്ക് എടുത്തു. പിന്നീട് ഒരു കമ്പി ഉണ്ടായിരുന്നു, ഒരു സ്റ്റീൽ റോഡ്. ഞാൻ തിരിച്ച് വീണ്ടും പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ യാത്രാ മധ്യേ ട്രെയിനിൽ വെച്ച് തന്നെ വീണ്ടും അടുത്ത കമ്പി ഈ സൈഡിൽ കൂടി വന്നു. പിന്നീട് പ്രിയമുള്ളവരെ, സാധാരണ കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ 2-3 മാസം അല്ല 6 മാസത്തിൽ കൂടുതലൊന്നും ആരും അങ്ങനെ നടക്കാറില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ പ്ലാസ്റ്റർ ഇട്ട് കഴുത്തിലിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒത്തിരിയേറെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനായിരുന്നു. ഒരു ദിവസം വിഷമിച്ചുകൊണ്ടിരിക്കെ എൻ്റെ ഡോക്ടർസും പറഞ്ഞു, സജിയച്ച ബ്രദറെ, എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നോക്കിയേ, എത്രയോ പേർക്ക് കൈയും കാലും ഇല്ലാത്ത അവസ്ഥയാണ്, എങ്കിലും അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ മറ്റുള്ളവരാണ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. ആ അവസരത്തിൽ ഈ ഡോക്ടറച്ചൻ്റെ വാക്കുകൾ എന്നെ ഒത്തിരിയേറെ പ്രചോദിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഒറ്റ കൈ കൊണ്ട് ടൈപ്പ് ചെയ്യാനും പിന്നീട് പല കാര്യങ്ങൾക്കും എനിക്കത് പ്രചോദനമായി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പിന്നീട് നടന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്, ഓരോ വർഷവും പ്രത്യേകിച്ച് തണുപ്പ് കാലഘട്ടങ്ങളിൽ എൻ്റെ കൈക്ക് ഏകദേശം ഈ സൈഡിൽ ഒരു മന്ത് പോലെ വരും. ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള അവസ്ഥ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൈ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ പല അവസരങ്ങളിൽ ഡിഗ്രി കാലഘട്ടത്തിൽ വന്നപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് വെച്ച് തന്നെയാണ് ഈ ഓപ്പറേഷൻ ചെയ്തത്. പിന്നീട് തിയോളജി കാലഘട്ടത്തിലും ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ വെച്ചും ഈ ഓപ്പറേഷൻ ചെയ്തു. ഏകദേശം 8ഓളം ഓപ്പറേഷൻ ഈ കൈക്കുള്ളിൽ ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അസഹനീയമായിട്ടുള്ള വേദന അനുഭവമായിരുന്നു. പിന്നീട് ഏകദേശം 2015 എന്നോട് പ്രൊൻഷാച്ചൻ പറയുകയാണ്, അച്ഛൻ കാനഡയിൽ പോകണം, നമുക്കവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അച്ഛൻ അങ്ങോട്ടേക്കാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ക്യുബക്ക് എന്ന് പറയുന്ന ഒരു പ്രോവിൻസിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അവിടെ നല്ല മഞ്ഞ് പെയ്യുന്ന സമയമാണ്. അതെല്ലാം കണ്ട് സന്തോഷത്തോടെ തിരിച്ച് ഞങ്ങളായിരിക്കുന്ന ബാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഹൗസിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേട്. നോക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ, ഈ ഇടത്ത് കയ്യിൽ ഈ ഇൻഫെക്ഷൻ അടിച്ച സ്ഥലത്ത് മന്ത് പോലെ കൈ വന്നിരിക്കുകയാണ്. ഒത്തിരി വിഷമമായി. ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടെ എൻ്റെ നോവിഷ്യറ്റും മാസ്റ്റർച്ചനായിരുന്ന ജോസ് കോളറച്ചനുണ്ട്. അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി സജി, മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ? അപ്പോൾ ഞാൻ ഈ കൈ കാണിച്ചു കൊടുത്തു. അപ്പം അച്ഛൻ ചോദിച്ചു, ഇതെന്താ പ്രശ്നം? ഞാൻ തിരിച്ചു പോകണം അച്ഛാ. അതെന്തേ? കാരണം അച്ഛാ -35, 40 ഒക്കെ ഉള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ഓരോ മാസം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വിഷമിച്ച് അച്ഛനെ ആശ്വസിപ്പിച്ചെങ്കിലും ഞാൻ ഒത്തിരി വിഷമത്തോടുകൂടി മുറിയിലേക്ക് പോവാണ്. പക്ഷെ പിന്നീട് ഞാൻ ആ ദേവാലയത്തിലുള്ള ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് തന്നെ മനോഹരമായ ദേവാലയമാണ്. ഞാൻ അകത്തേക്ക് ചെന്ന് അവിടെ സക്രാരിയുണ്ട്. ആ സക്രാരിക്ക് മുമ്പിൽ ഇരിക്കുകയാണ്. പക്ഷെ അന്ന് ദിവസം ആ രാത്രിയിൽ ഞാൻ തമ്പുരാനോട് ഒത്തിരി കലഹിച്ചു, ഒത്തിരി പരാതികൾ പറഞ്ഞു. നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ കേരളത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചെയ്തതല്ലേ. ഇങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ അച്ഛന്മാർ പറഞ്ഞാണ് പോകണ്ടാന്ന്. പക്ഷേ അന്ന് അധികാരികൾ പറഞ്ഞ ആ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിയേ, ഞാൻ തിരിച്ചു പോകേണ്ട കാര്യമല്ലേ? ഇത് നോക്കിയേ, ഈ അവസ്ഥ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് കുറച്ച് നേരം കരഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ മുറി കിടന്നുറങ്ങി. ഞാൻ ഓർക്കുകയാണ്, പിറ്റേ ദിവസം അതിരാവിലെ സാധാരണ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു പരിപാടി കണ്ണാടി ചെന്ന് ഇങ്ങനെ കൈ നോക്കും, അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടോ. അങ്ങനെ അന്ന് രാവിലെ ഞാൻ അതിരാവിലെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, എൻ്റെ കയ്യിൽ മന്തില്ല. അപ്പോൾ എനിക്ക് സംശയമായി, ഈ കൈയാണോ? ഞാൻ അടുത്ത കയ്യിൽ നിൽക്കി നോക്കുമ്പോഴും മന്ത് കാണാനില്ല. എനിക്ക് അത്ഭുതത്തോട് ഞാൻ ഇങ്ങനെ നോക്കിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഓടി മുകളിച്ചെന്നു. കാരണം അവിടെയാണ് റക്ടറച്ചൻ, ഞാൻ മുമ്പ് പറഞ്ഞ ജോസ് അച്ഛൻ അവിടെയുണ്ട്. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുണ്ടാവും. ഞാൻ ഓടി ചെല്ലുമ്പോൾ അച്ഛൻ അവിടെയുണ്ട്. അച്ഛനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സജി അച്ഛാ, ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ നോക്കിക്കേന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, സജി ആ കൈയല്ല, ആ മന്തുള്ള കൈ കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ഇത് തന്നെ കൈ, 2 കൈ നോക്കിയേ. ഇതെന്താണ് സജി അച്ഛനല്ലേ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്, ഞാൻ നാട്ടിൽ പോകണമെന്നൊക്കെ, ഇപ്പം എന്താ സംഭവിച്ചേ? അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്നലെ രാത്രി മൊത്തം കലഹിക്കുകയായിരുന്നു. അച്ഛൻ അത്ഭുതത്തോട് ചോദിച്ചു, ആരോട്? ഞാൻ പറഞ്ഞു, ഈശോടല്ല, പിന്നെ ആരോടാണ് അച്ഛാ കലഹിക്കുന്നത്? കാരണം എനിക്കൊട്ടും പറ്റിയില്ല. പക്ഷേ അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം, ഒന്നെങ്കിൽ ഇത് അത്ഭുതമാണ്, അല്ലെങ്കിൽ യാദൃച്ഛികമായി സംഭവിച്ചതാണ്. അച്ഛാ ഞാനൊരു സൂത്രം കാണിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ ഡൈനിങ് ഹാളിൻ്റെ പുറത്തേക്ക് ചാടി ഇറങ്ങി. അച്ഛൻ ചോദിച്ചു, സജി തണുപ്പല്ലേ? അച്ഛൻ പറഞ്ഞു, വെയിറ്റ് അച്ഛാ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഓടിയിട്ട് അകത്തേക്ക് കയറി. അച്ഛൻ ചോദിച്ചു, എന്താ സജി കാണിച്ചേ? അച്ഛൻ -35 ഇപ്പോൾ പുറത്തുള്ളത്. ഇപ്പോൾ ഈ തണുപ്പടിച്ച് എൻ്റെ കൈക്ക് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. ഇത് അത്ഭുതമാണെങ്കിൽ ഇനി വരികയില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ, 2 മണിക്കൂർ,
1 വർഷം 2 വർഷം. പ്രിയമുള്ളവരെ, ഇപ്പോൾ 2024 ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുകയാണ്. ഏകദേശം 2001 ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇന്നോളം ഒത്തിരിയേറെ വേദനകൾ, ദുഃഖങ്ങൾ ഇതിൻ്റെ പേരിലുണ്ടായെങ്കിലും അന്ന് കാനഡയിൽ വെച്ച് സർവ്വശക്തനായ ദൈവം, ആ ദിവ്യകാരുണ്യനാഥൻ എന്നെ സുഖപ്പെടുത്തി എന്നുള്ളതാണ്. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, ആർത്തുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. ഞാൻ ബാംഗ്ലൂരുള്ള വിശ്വദീപ് കോളേജിൽ, സലേഷ്യൻ വൈദികരുടെ നേതൃത്വമുള്ള ഒരു കോളേജാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ള വൈദികരൊക്കെ പലവിധ ഗെയിമുകൾ കളിക്കാനായിട്ട് പോകാറുണ്ട്. അങ്ങനൊരു സാഹചര്യത്തിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വൈദികൻ, അദ്ദേഹം പലപ്പോഴും മർമ്മ ചികിത്സ അതുപോലെയുള്ള കാര്യങ്ങളിൽ വളരെ എക്സ്പെർട്ടാണ്. അദ്ദേഹം തമാശയ്ക്കായിട്ട് പറഞ്ഞു, സജിയച്ച, ഞാൻ വേണമെങ്കിൽ അച്ഛൻ്റെ കഴുത്തിൻ്റെ ഞൊട്ട ഒടിച്ച് കാണിച്ചു തരാം. തമാശയായിട്ട് തോന്നി. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഒച്ച കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞു നിന്നു. അച്ഛൻ എൻ്റെ പുറകിൽ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് ഇപ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് പിടിച്ച് പൊക്കിയപ്പോൾ ഒരു സ്വരം കേട്ടു. പക്ഷെ പിന്നീട് എൻ്റെ കഴുത്ത് എനിക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഏതാണ്ട് സ്റ്റക്കായി പോയ ഒരവസ്ഥയാണ്. കൂടെയുള്ളവരൊക്കെ കണ്ട് എല്ലാവരും ഓടി വന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്നെ ഒരു വിധത്തിൽ താങ്ങിക്കൊണ്ട് എന്നെ മുറിയിൽ കൊണ്ടുവന്നു. പിന്നീട് പല വിധത്തിലുള്ള മസാജുകൾ ചെയ്തെങ്കിലും എൻ്റെ കഴുത്ത് നിവരുന്നില്ല. പിന്നീട് പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പല രീതിയിലുള്ള ചികിത്സ ചെയ്തു. എൻ്റെ കഴുത്തിന് യാതൊരു വിധത്തിലുള്ള സൗഖ്യം ലഭിച്ചില്ല. പിന്നീട് സാവധാനം അത് കുറഞ്ഞു വന്നു. പിന്നീട് ഞാൻ തിരിച്ച് കളമശ്ശേരിയിലുള്ള ഞങ്ങളുടെ പ്രൊൺഷ ഹൗസിൽ ആയിരിക്കുന്ന അവസരത്തിൽ ഏകദേശം ഒരു ഒക്ടോബർ മാസത്തിൽ പെട്ടെന്നൊരു പ്രഭാതത്തിൽ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ. കഴുത്തിന് ഭയങ്കര വേദന, അസഹനീയമായിട്ടുള്ള വേദന, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഏകദേശം 11 മണിയായപ്പോൾ ഒരു വൈദ്യൻ അതുവഴി പോയി. എന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കണ്ടില്ല, എൻ്റെ ഒച്ച കേട്ടില്ല. അദ്ദേഹം നോക്കുമ്പോൾ എൻ്റെ മുറിയിലേക്ക് അദ്ദേഹം കയറി വരികയാണ്. കാരണം ഞാൻ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഞാൻ കട്ടിൽ കമന്ന് കിടക്കുകയാണ്, കഴുത്ത് നിവർത്താൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അധികാരികളേക്ക് അറിയിച്ച് എന്നെ ഉടൻ തന്നെ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു MRI എത്രയും വേഗം എടുക്കണം. പ്രിയമുള്ളവരെ, പല പ്രാവശ്യം MRI എടുക്കാൻ ശ്രമിച്ചെങ്കിലും എടുക്കാൻ പറ്റിയില്ല. അതുപോലെ പറ്റാത്ത വിധത്തിലുള്ള വേദനയായിരുന്നു കഴുത്തിന്. ഏകദേശം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും വന്ന് കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞ് എത്രയും വേഗം എടുക്കണമെന്ന് നിർബന്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ സഹകരിച്ചില്ലേ നടക്കില്ല. അങ്ങനെ ഒരു വിധത്തിൽ MRI എടുത്തു. അതിൻ്റെ റിസൾട്ട് വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കഴുത്തിൻ്റെ പുറകിലുള്ള C2, C3, C4, C5 ഒക്കെ കംപ്ലയിൻസ് ആണ്. എൻ്റെ കഴുത്തിങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. ഇത് നിവർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർജറി മാത്രമേ പറ്റുള്ളൂ. സർജറി കൂടാതെ സുഖം പ്രാപിക്കില്ല. അങ്ങനെ ഡോക്ടർമാർ പറയുകയാണ്, ആ വളഞ്ഞു നിൽക്കുന്ന ഭാഗം അത് ചിരണ്ടി കളയണം. അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങളുടെ പ്രൊംഷാളച്ചനും ഒരു വൈദ്യനും കൂടി എന്നെ കാണാൻ വരുന്നത്. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പെട്ടെന്ന് കൂടെ വന്ന വൈദ്യൻ പറഞ്ഞു, പ്രൊംഷാളച്ച, ഇദ്ദേഹത്തെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏതെങ്കിലും ഞരമ്പിന് കേടുപാട് സംഭവിച്ചാൽ കംപ്ലീറ്റ് തളർന്നു പോകും. നമുക്കിപ്പോൾ ഒരു പരീക്ഷണത്തിന് അത് വേണോ? അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ പ്രൊംഷാളച്ചൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് നമുക്ക് ഓപ്പറേഷൻ ഇപ്പോൾ വേണ്ട, ഒരാഴ്ച കഴിയട്ടെ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ഡോക്ടർ വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, അങ്ങനെ ആയിക്കൊള്ളട്ടെ. പ്രിയമുള്ളവർ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സൗഖ്യം കിട്ടുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അത് അവിടെ കൊണ്ട് അവസാനിച്ചെന്ന്. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ കാനഡയിൽ ചെന്ന് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും എൻ്റെ കഴുത്തിന് ഇങ്ങനെ ശക്തമായ വേദന. എനിക്ക് ഭയമായി, നിരാശയായി. എന്നോട് ഡോക്ടർ പറഞ്ഞതാണ്, യു ആർ ഗോയിങ് ടു ബി പാരലൈസ്. 6 മാസത്തേക്ക് കിടന്നോണം, അല്ലെങ്കിൽ അച്ഛൻ കംപ്ലീറ്റ് തളർന്നു പോകും. എനിക്ക് ഭയമായി, നിരാശയായി, കുറ്റബോധമായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ പിറ്റേ ദിവസം ഞാൻ തന്നെ വേണം കുർബാന ചെല്ലാൻ. അന്ന് അവിടെ വൈദ്യൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന് കുർബാന ചെല്ലുന്ന അവസരം നാട്ടുകാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. അവിടെ കൂടിയുന്ന എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. കാരണം എൻ്റെ കഴുത്ത് എനിക്ക് തിരിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ, നല്ല ശക്തമായ വേദനയുണ്ട്. പക്ഷെ ആ കുർബാനയ്ക്കിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, എൻ്റെ ഡോക്ടർ അവിടെ വന്നിട്ടുണ്ട്.
കുർബാന കഴിഞ്ഞ് അദ്ദേഹം സങ്കീർത്തി വന്ന് എന്നെ ഒത്തിരിയേറെ വഴക്ക് പറഞ്ഞു. അച്ഛനല്ലേ, അച്ഛന് ബുദ്ധിയും ബോധവും വിവേകമൊന്നും ഇല്ലേ, ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്? ഞാൻ പറഞ്ഞതല്ലേ 6 മാസത്തോളം കിടക്കണമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പിന്നീട് എൻ്റെ അവിടെയുള്ള പാസ്റ്ററിനെയും മറ്റച്ഛന്മാരെയൊക്കെ വിവരം അറിയിച്ചു. 2 ആഴ്ചത്തോളം ഞാൻ റെസ്റ്റ് എടുത്തു. പ്രിയമുള്ളവരെ, ആ ദിവസങ്ങൾ അസഹനീയമായിരുന്നു. ശക്തമായ പെയിൻ. ആ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഞാൻ പ്രൈവറ്റായിട്ട് അർപ്പിക്കുന്ന അവസരത്തിൽ കാസയും പിലാസയിലും കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവമേ ഇടപെടണം, എനിക്ക് പറ്റുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എന്തിനാണ് നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ വന്ന് ഇതുപോലെയുള്ള അവസരങ്ങളാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനിയും ദുരന്തങ്ങൾ വരും. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തമ്പുരാനെ. ഞാൻ ഒത്തിരി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമ്പുരാനോടൊക്കെ നമുക്ക് കലഹിക്കാൻ പറ്റുമോ? ഞാൻ ആവോളം ആ 2 ആഴ്ച കലഹിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ വിധത്തിൽ എനിക്ക് തമ്പുരാൻ സൗഖ്യം നൽകി. പിന്നീട് ഇന്നോളം എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. പ്രിയമുള്ളവരെ, ആ രാത്രികളിൽ പ്രത്യേകിച്ച് പ്രൈവറ്റായിട്ട് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കരങ്ങളിൽ ശക്തമായി കാസയും പീലാസയും ചേർത്ത് വെച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്ന് ഒത്തിരിയേറെ കലഹിച്ചിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്, നമുക്ക് ദൈവത്തോട് കലഹിക്കാൻ പറ്റുമോ? നമ്മൾ ഈ കലഹിക്കുമ്പോൾ ദൈവം കേൾക്കുമോ? പ്രിയമുള്ളവരെ, എൻ്റെ 2 അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വ്യക്തിപരമായ അനുഭവങ്ങൾ കാണിക്കുന്നത് നമുക്ക് ദൈവത്തോട് കലഹിക്കാം, നമുക്ക് ദൈവത്തോട് എന്തും പറയാം. നിൻ്റെ വേദനകൾ, നിൻ്റെ ദുഃഖങ്ങളൊക്കെ കേൾക്കുന്നവന് ആ ദിവ്യകാരുണ്യനാഥൻ എന്നെ അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, തളർന്നു പോകേണ്ട ഒരുവനെ വളർത്തിക്കൊണ്ടുവന്ന ഒരു തമ്പുരാൻ ഇന്നും ആ ശക്തനായ ദിവ്യകാരുണ്യനാഥനിൽ ഞാൻ ആശ്രയിക്കുകയാണ്. ആ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ളത് തീർച്ചയാണ്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. പ്രിയമുള്ളവരെ, പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈശോയ്ക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റുമോ? പഴയ നിയമങ്ങളിൽ അബ്രഹാത്തോട് സംസാരിച്ച ദൈവം, മോശയോട് സംസാരിച്ച ദൈവം, ജോഷുവോട് സംസാരിച്ച ദൈവം, നമ്മളോടൊക്കെ ദൈവം വ്യക്തിപരമായിട്ട് സംസാരിക്കുമോ? എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. കാനഡയിൽ മിസിസാഗ രൂപതയിൽ അഭ്യുന്ന പിതാവ് എന്നെ അവിടുത്തെ യൂത്ത് മിനിസ്ട്രിയുടെ യൂത്ത് അപ്പസ്റ്റോലിൻ്റെ ഡയറക്ടറായിട്ട് നിയമിക്കുകയാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഒത്തിരിയേറെ യുവജനങ്ങൾ കാനഡയിലേക്ക് വന്നിട്ടുണ്ട്, നമുക്ക് അവരെല്ലാം ഒന്ന് ഒരുമിച്ച് കൂട്ടി അവരുടേതായിട്ടുള്ള ആത്മീയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണ്ടേ? നമുക്കതിനുവേണ്ടി ഒരു പ്രോഗ്രാം ചെയ്താലോ? അങ്ങനെ ഫോക്കസ് 2019 എന്ന പേരിൽ ഒരു ഇൻ്റർനാഷണൽ യൂത്ത് മീറ്റ് സംഘടിപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ദീർഘനാളത്തെ ഡിസ്കഷൻസ്, മനോഹരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ഫ്ലയറൊക്കെ അടിച്ചു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കി കഴിഞ്ഞപ്പോൾ കുട്ടികളാരും രജിസ്ട്രേഷൻ നടത്തുന്നില്ല. ഒത്തിരിയേറെ വിഷമമായി. ഈ സമയത്താണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, എന്തുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൂടാ? തുടർന്ന് കുറച്ച് യുവാക്കന്മാർ മുന്നോട്ട് വന്നു, കുറച്ച് സിസ്റ്റേഴ്സ് മുന്നോട്ട് വന്നു. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ ദിവ്യകാരുണ്യ ആരാധന തുടങ്ങി. പ്രിയമുള്ളവരെ, അത്ഭുതപ്പെടുത്തുമാറ് തമ്പുരാൻ ഇടപെടുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യം 5 പേര്, പിന്നെ 15, 25, 50, 250, 300. പിന്നീട് ഞങ്ങളുടെ ടാർഗറ്റ് 500 ആയിരുന്നു. 500-ന് മേളിൽ കുട്ടികൾ രജിസ്ട്രേഷൻ നടത്തുകയാണ്. ഞങ്ങൾക്ക് അത്ഭുതമായി. പക്ഷെ പിന്നീട് ടെൻഷനുമായി, ഇത്രയും കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഏകദേശം അതിനും മുന്നോട്ട് പോവുകയാണ് രജിസ്ട്രേഷൻ. 600 പേരോളം രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇനി മതി, കർത്താവ് അതുപോലെ കുട്ടികളെ കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വളരെ ത്രില്ലടിച്ച് മുന്നോട്ട് പോകുന്ന ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ഏകദേശം 2 ആഴ്ച കൂടിയുള്ളൂ ഫോക്കസ് 2019 നടക്കാനായിട്ട്. അപ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ ഫോൺ വിളിച്ച് പറയുകയാണ്, സജിയച്ച, നമ്മുടെ ഇച്ചാച്ചൻ മരിക്കാറായിട്ട് വെന്റിലേറ്റർ കിടക്കുകയാണ്, സജിയച്ചനെ കാണുമെന്ന് പറയണേ. എല്ലാവരും വന്ന് കണ്ടുപോയി, ഇനി സജിയച്ചൻ മാത്രം വന്നാൽ മതി. പ്രിയമുള്ളവരെ, എന്തു ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ആ രാത്രി, ആ നിമിഷങ്ങൾ, ഭയങ്കര ഉള്ളിൽ വേദന, തീവ്രമായിട്ടുള്ള അസഹനീയമായിട്ടുള്ള അസ്വസ്ഥത. ഞാൻ പിറ്റേ ദിവസം പിതാവിനോട് ചെന്ന് കാര്യം പറഞ്ഞു. പിതാവ് പറഞ്ഞു, സജിയച്ച, അപ്പച്ചനല്ലേ, 90 വയസ്സിന് മേളിലില്ലേ, അച്ഛന്, ആ ഇച്ചാച്ചന് സജിച്ചനെ കാണാൻ ആഗ്രഹമില്ലേ? പക്ഷെ ഇത് പറയുമ്പോഴും പിതാവിൻ്റെ മുഖത്ത് ഒരു വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇനി 2 ആഴ്ച കൂടിയുള്ളൂ, ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തമ്പുരാൻ
പിതാവിലൂടെ എനിക്ക് നൽകിയിരിക്കുകയാണ്. എന്ത് ചെയ്യും? പെട്ടെന്ന് പ്രിയമുള്ളവരെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്കൊരു തോന്നൽ. ആ മിസ്സിസാഗ കത്തീഡ്രലിൽ വളരെ മനോഹരമായിട്ട് ഒരു ചെറിയൊരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ എപ്പോഴും ദിവ്യഗാനം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയിരുന്ന് ശാന്തമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ വിവരം അറിഞ്ഞപ്പോൾ പലരും എന്നോട് പറയുകയുണ്ടായി, അച്ഛാ, ഈ ചാച്ചന് ഒത്തിരി പ്രായമില്ലേ? എന്താ അസുഖം? ന്യൂമോണിയ വന്ന് പഴുത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം നാളൊന്നും അവർ ജീവിച്ചിരിക്കില്ല. ഇങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങൾ ആൾക്കാരെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് തല പെരുത്തിരിക്കുന്ന സമയമാണ്. അങ്ങനെ ആ ദേവാലയത്തിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോകണോ വേണ്ടയോ, ഓ ദിവ്യഗാനം ഈശോയെ ഒന്ന് എന്നോട് പറയും എന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്വരം എൻ്റെ ഉള്ളിൽ കേൾക്കുകയാണ്, നീ പോകണ്ട. പെട്ടെന്ന് എനിക്ക് അത്ഭുതമായി, ഇത് ഇങ്ങനൊരു സ്വരം ഞാൻ കേട്ടത് ശരിയാണോ? എൻ്റെ മനസ്സിൽ ആ സമയത്ത് സംശയങ്ങൾ വരാൻ തുടങ്ങി. മനുഷ്യനെ പോലെയല്ലേ ദൈവം ഇപ്പോൾ സംസാരിക്കുന്നത്? ഞാൻ പെട്ടെന്ന് ഒന്നുകൂടി ചോദിച്ചു, തമ്പുരാനെ ഞാൻ പോകണോ വേണ്ടയോ? വീണ്ടും കേട്ടു, നീ പോകണ്ട. ഈ സമയത്ത് ചേട്ടൻ ഫോൺ വിളിക്കുകയാണ്. നാട്ടിലെ സമയമാണ്. എന്നെ വിളിച്ചു, സജ്ജിച്ചതേ ഡോക്ടർ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, ദേ സംസാരിക്കുക. അപ്പം ഞാൻ ഡോക്ടറോട് സംസാരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, സജ്ജിച്ച ഒത്തിരി പ്രായമുണ്ട് അച്ഛൻ്റെ അപ്പനല്ലേ? അച്ഛൻ്റെ അപ്പന് കിഡ്നിയും ഹാർട്ടും കരളൊക്കെ ഒത്തിരി വീക്കായിരിക്കുന്ന സമയമാണ്. അധികം പ്രതീക്ഷയൊന്നുമില്ല. അച്ഛൻ എത്ര മണിക്കൂർ എടുക്കും കാനഡയിൽ നിന്ന് ഇവിടെ വരാൻ? ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു 21 മണിക്കൂർ എടുക്കും. അച്ഛൻ വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈശോ തന്ന ബോധ്യം, ദിവ്യഗാനനാഥൻ തന്ന ബോധ്യം ഇതാണ്, നീ പോകണ്ട എന്നുള്ളതാണ്. അഭിയുന്ന പിതാവ് എന്നോട് സമ്മതിച്ചു പൊക്കോളാൻ. പക്ഷേ ഈശോ സമ്മതിച്ചില്ല. അപ്പോഴാണ് ഞാൻ ആ തീരുമാനം എടുത്തു, പിതാവിനെ അറിയിച്ചു, ഞാൻ പോകുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ തുരിതര വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. അവർക്കൊക്കെ അത്ഭുതമായി. പക്ഷെ പ്രിയമുള്ളവരെ, ഏകദേശം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നീട് ഫോക്കസ് 2019 എന്ന ഇൻ്റർനാഷണൽ യൂത്ത് മീറ്റ് അവിടെ നടന്നതിന് ശേഷം പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് വൈദികർക്കുള്ള ധ്യാനം കൂടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് അപ്പനെ കാണാൻ വരുന്നത്. അങ്ങനെ അവിടെ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും മെസ്സേജ് വന്നു, അപ്പൻ വീണ്ടും വെന്റിലേറ്ററിലാണ്. അങ്ങനെ ഒത്തിരി വിഷമത്തോടുകൂടി നെടുമ്പാശ്ശേരിയിൽ വന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയും ഞാൻ വീണ്ടും ചേർത്തലയുള്ള KVM ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഏകദേശം 2 ആഴ്ചയോളം ഞാൻ അവിടെ നിന്ന് എൻ്റെ അപ്പനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ തിരിച്ച് കാനഡയിൽ വന്നു. എൻ്റെ ഇച്ചാച്ചൻ 2023 ഫെബ്രുവരി മാസം 97ാം ജന്മദിനം ആഘോഷിച്ചു. ഞാൻ ഓർക്കുകയാണ്, ഞാൻ വന്ന് അപ്പനെ കണ്ടതിന് ശേഷം പിന്നീട് പല പ്രാവശ്യം ദിവ്യഗാനം കൊടുക്കുമായിരുന്നു. ഞാൻ പിന്നീട് കാനഡയിൽ നിന്ന് വന്നതിന് ശേഷം സാധിക്കുന്ന മാസങ്ങൾ എല്ലാ പ്രാവശ്യവും പോയി ദിവ്യഗാനം കൊടുക്കും. ഈ ദിവ്യഗാനം കൊടുക്കുമ്പോഴൊക്കെ കാണുന്ന കാഴ്ച എൻ്റെ ഇച്ചാച്ചൻ വളരെ സ്ട്രോങ് ആയിട്ട് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന കാഴ്ചയാണ്. 2023 ജൂലൈ 5-ാം തീയതിയാണ് എൻ്റെ ഇച്ചാച്ചൻ മരിക്കുന്നത്. അതിന് 2 ദിവസം മുമ്പ് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടി. ഞാൻ ചെന്ന് ഇച്ചാച്ചനെ കണ്ടു, ഇച്ചാച്ചന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു, ദിവ്യഗാനം കൊടുത്തു. ഇച്ചാച്ചൻ്റെ അനുഗ്രഹവും വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, ഒരു വ്യക്തി അപ്പനെയോ അമ്മയോ ചേട്ടനെയോ ചേച്ചിയോ എല്ലാം ഉപേക്ഷിച്ച്, നാടിനെയോ നാട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് നീ തമ്പുരാന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവന് വേണ്ടിയാണ് നീ ജീവിക്കേണ്ടത്. നീ ആ ഇറങ്ങുന്ന സമയം തമ്പുരാൻ നിന്നിൽ ഏറ്റവും സന്തോഷിക്കുന്ന സമയമാണ്. ഞാൻ ഓർക്കുകയാണ്, അത് തീർച്ചയായിട്ടും കർത്താവ് എനിക്ക് നൽകിയ ഒരു വലിയൊരു പരീക്ഷണമാണ്. ഏതാണ് വേണ്ടത്? നീ എനിക്ക് വേണ്ടി വന്നു, ഈ സമയം നിനക്ക് അപ്പനെ വേണോ, അതോ ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പ്രിയമുള്ളവരെ, അന്ന് ആ ദിവ്യഗാനനാഥൻ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, അത് ഈശോ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഇച്ചാച്ചൻ ഇത്രയും നാളും അദ്ദേഹം ജീവിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈശോ വ്യക്തിപരമായിട്ട് സംസാരിക്കുമെന്ന് എനിക്കന്ന് മനസ്സിലായി. അതെ, ഈശോയുടെ ഇടപെടലുകൾ അത് അത്ഭുതകരമാണ്. ഈ എൻ്റെ അനുഭവങ്ങൾ, ഈ ദിവ്യഗാന അനുഭവങ്ങൾ ഇനിയും ഒത്തിരിയേറെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടെന്ന് അച്ഛൻ അറിയാം. പ്രിയമുള്ളവരെ, ആ ദിവ്യഗാനനാഥനിലേക്ക് നമുക്ക് ഓരോ നിമിഷം അടുത്തെല്ലാം അനുദിന ബലിയിൽ ആ ദിവ്യഗാനനാഥൻ്റെ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാം. ആ ദിവ്യഗാനനാഥനെ നമുക്ക് ഒത്തിരി സ്നേഹിക്കാം. ആ ദിവ്യഗാനനാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,
കാരുണ്യമേ